സോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ആണ്. അപ്പോൾ എപ്പോഴും ഒരു സെയിം പാറ്റേൺ ഓഫ് സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ചില സമയത്ത് എൻ്റെ സ്കിൻ ഭയങ്കര ആക്നെ പ്രോൺ ആയിട്ടിരിക്കും. ആ സമയത്ത് ഞാൻ ഫോളോ ചെയ്യുന്ന വേറൊരു സ്കിൻ കെയർ റുട്ടീൻ ആയിരിക്കും. ഇപ്പൊ ഞാൻ ഡെയിലി കോളേജിൽ പൊക്കോണ്ടിരുന്ന സമയത്ത് എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ ഏറ്റവും അധികം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വൈറ്റമിൻ സി ആണ്. കാരണം നല്ല രീതിക്ക് ടാൻ ആവും ട്രാവൽ ചെയ്ത് പോയി വരുമ്പോഴൊക്കെ. അപ്പോൾ ഇപ്പോൾ ഞാനൊരു 1 month ആയിട്ട് ക്ലാസ്സസ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുവാണ്. സോ ഇപ്പൊ ഞാൻ കൂടുതലും എന്റെ സ്കിന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രേറ്റഡ് ലുക്ക് നമ്മുടെ സ്കിന്നിന് കൊണ്ടുവരാനും അതുപോലെ തന്നെ ഒരു നാച്ചുറലി ഒരു ഗ്ലോ ഉണ്ടാവില്ലേ ചിലരുടെയൊക്കെ സ്കിന്നിന്. അപ്പൊ അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു എയിം. അതുകൊണ്ട് ഞാൻ ഇപ്പം ഫോളോ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ റുട്ടീൻ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വെനവർ ഐ ചേഞ്ച് മൈ സ്കിൻ കെയർ റുട്ടീൻ അതും ഞാൻ നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. സോ വൺസ് അഗെയിൻ വെൽക്കം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐസിങ് ആണ്. ഐസിങ്ങിന്റെ ബെനിഫിറ്റ്സ് കുറേ പേർക്ക് അറിയുന്നുണ്ടാവും. നമ്മുടെ സ്കിന്ന് ഈ റിങ്കിൾസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി ഭയങ്കര ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും ചിലർക്ക് എപ്പോഴും ഒരു തടുപ്പ് ഉണ്ടാവില്ലേ, അത് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ആക്നെ വരുന്നതിന് ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് ഓയിലി ആവുമ്പോഴാണ് അല്ലെ. അപ്പോൾ ഈ ഓയിൽനെസ് കൺട്രോൾ ചെയ്യാനും ആക്നെ കൺട്രോൾ ചെയ്യാനും ഏജിങ്ങിനും എല്ലാം ഭയങ്കര നല്ലൊരു സാധനമാണ്. ഡെയിലി നമ്മളിങ്ങനെ ഇത് നേച്ചറാണ് വെളിയിൽ വെച്ചപ്പോൾ ഐസ് അലിഞ്ഞ് വെള്ളം ഐസ്. സോ ഡെയിലി ഇങ്ങനെ ഐസ് ക്യൂബ് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. അത് നമ്മൾ മസാജ് ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവില്ലേ. രാവിലെ നമ്മളിങ്ങനെ ഉറക്കം ക്രാവി ലുക്ക് എന്നൊക്കെ പറയൂലേ നമ്മൾ ഉറക്കം എണീച്ചൊക്കെ വരുമ്പോൾ. അപ്പൊ അതൊക്കെ മാറി നമുക്കൊരു ഫ്രഷ്നെസ് തരാനെല്ലാം ഈ ഐസിങ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രോസസ്സാണ് രാവിലെ എണീച്ച് ഈ ഒരു ഐസിങ് പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ് മീ ഡു. സോ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ബയോക്യൂർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ എവർ ഗ്ലോ റേഡിയൻസ് ഫേസ് വാഷ് ആണ്. സോ ഇതിന്റെ ഒരു ടെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഫോമിംഗ് ഫേസ് വാഷ് ആണ് ആൻഡ് ഇറ്റ് ഇസ് പ്രിപ്പയർഡ് ഫ്രം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ലൈക്ക് കക്കാഡോ പ്ലം, ബിയർബെറി ആൻഡ് ഷുഗർ കെയിൻ. കക്കാഡോ പ്ലം എന്നാണ് വൈറ്റമിൻ സി എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആർബട്ടൻ ഫ്രം ബിയർബെറി ആൻഡ് ഷുഗർ കെയിൻ എന്ന് AHA. സോ ഇത്രയും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് പ്രിപ്പയർ ചെയ്ത ഫേസ് വാഷ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസിനെല്ലാം എക്സ്ഫോളിയേറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ ഗ്ലോ തരും. അതുപോലെ തന്നെ മെലാനിൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സും ഹൈപ്പർ പിഗ്മെന്റേഷനും ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഇറ്റ്സ് നോട്ട് ഓൾ ഡ്രൈ. നമ്മുടെ സ്കിന്നിന് ഒരു സ്മൂത്ത് ആൻഡ് ഹൈഡ്രേറ്റഡ് ലുക്ക് ആയിരിക്കും ഇത് തരുന്നുണ്ടാവുക. ഓൾസോ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ്. യു ക്യാൻ ഡെഫിനറ്റ്ലി യൂസ് ഇറ്റ് ഇൻ യുവർ AM ആൻഡ് യുവർ PM routine. സോ ഐ എം ലവിങ് ദിസ് പ്രോഡക്റ്റ് സിൻസ് ദ ഡേ ഐ എം യൂസിങ് ഇറ്റ്. കാരണം ചില ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ഇച്ചിരി ഡ്രൈ ആവും. പക്ഷെ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷം വാട്ട് ഐ ഫീൽ ഇസ് നമ്മുടെ സ്കിന്നിൽ ആ ഒരു മോയ്സ്ചറൈസിങ് കണ്ടന്റിനെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ല ഹൈഡ്രേറ്റഡ് ആക്കി നമ്മുടെ ഫേസ് ഫുൾ അതേ സമയത്ത് നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത ഒരു ഫ്രഷ് ലുക്ക് തന്നിട്ടുണ്ട്. സോ ഫേസ് വാഷ് ഇസ് ഡൺ. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടോണർ. ബയോക്യൂൾ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ തന്നെ ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഐ എം എ ഹ്യൂജ് ടോണർ ഫാൻ. ടോണർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ pH ലെവലിൽ ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു pH ലെവൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ സീ ഇറ്റ്സ് കൺസിസ്റ്റൻസി. വാട്ടറി ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഇത് ക്യുക്കായിട്ട് അബ്സോർബ് ആവും. ഓൾസോ ഇറ്റ് ഇൻക്ലൂഡ്സ് AHA ആൻഡ് വൈറ്റമിൻ സി. അതുകൊണ്ട് തന്നെ നമ്മുടെ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാനും സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്ത് ഒരു റേഡിയൻറ്റ് ഗ്ലോ നമ്മുടെ സ്കിന്നിന് തരും. ഓൾസോ ഇത് വളരെ മൈൽഡ് ആയിട്ടുള്ള ടോണറാണ് വിച്ച് യു ക്യാൻ ഇൻക്ലൂഡ് ഇൻ യുവർ AM ആൻഡ് PM routine. ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ഇതിന്റെ ഫ്രാഗ്രൻസ് ഭയങ്കര അടിപൊളിയാണ്. ഐ എം സംബഡി ഹു ഡോണ്ട് ലൈക്ക് എനി ഫ്രാഗ്രൻസസ്. പക്ഷേ ഇതിന്റെ സ്മെല്ല് ഭയങ്കര സൂത്തിങ് സ്മെല്ലാണ്. സോ ഐ എം ഡൺ വിത്ത് ദി ടോണർ. ഇനി നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് സെറമാണ്. ഞാൻ ഒരിക്കലും മോർണിംഗിൽ സെറം സ്കിപ്പ് ചെയ്യാറില്ല. ആൻഡ് നൗ ഐ എം യൂസിങ് ബയോക്യൂളിന്റെ വൈറ്റമിൻ സി ആൻഡ് HA സെറമാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്കിത് അപ്ലൈ ചെയ്യാം. ആൻഡ് ഐ ഷോ യു ദിസ് വൺ കൺസിസ്റ്റൻസി ഓൾസോ.
ഇതിനൊരു നോൺ സ്റ്റിക്കി വാട്ടറി ടെക്സ്ചറാണ്. സോ ജസ്റ്റ് 3 ഡ്രോപ്സ് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ മസാജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും യു ഫീൽ ലൈക്ക് ദർ ഇസ് നത്തിങ് ഓൺ യുവർ സ്കിൻ. അത്രയും നമ്മുടെ സ്കിന്നുമായിട്ട് ഇത് അബ്സോർബ് ആവും. ഇതിൽ വൈറ്റമിൻ സി, AHA ആൻഡ് HA വിച്ച് ഇസ് ഹൈലറോണിക് ആസിഡും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഒരു പ്ലംപി ആയിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്നുണ്ടാവും. സോ വെൻ ഇറ്റ്സ് പെയർഡ് വിത്ത് ദ റൈറ്റ് ടോണർ ഇറ്റ് ഡസ് വണ്ടേഴ്സ് ടു യുവർ സ്കിൻ. ബട്ട് മേക്ക് ഷുവർ യു ചൂസ് ദ റൈറ്റ് പ്രോഡക്റ്റ്. സോ നെക്സ്റ്റ് ഇസ് മൈ മോസ്റ്റ് ഫേവറേറ്റ് സ്റ്റെപ്പ് വിച്ച് ഇസ് മോയ്സ്ചറൈസർ. സോ ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീയുടെ വൈറ്റമിൻ സി ആൻഡ് ബ്രൈറ്റനിങ് ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസർ ആണ്. സോ യെസ്, എനിക്ക് ഇതിന്റെ പാക്കേജിങ് ഭയങ്കര ഇഷ്ടമാണ്. ലുക്ക് അറ്റ് ദ വെയ്റ്റ്സ് പാക്ഡ്, സച്ച് എ ക്യൂട്ട് ബോട്ടിൽ. ഞാൻ ഈ ബോട്ടിൽ തന്നെയാണ് കേട്ടോ ആക്ച്വലി മേടിച്ചത്. അപ്പോൾ നമുക്കിതിനെ അപ്ലൈ ചെയ്യാം. 1, 2. ഇതൊരു നോൺ സ്റ്റിക്കി ആൻഡ് ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസർ ആണ്. നമ്മുടെ സ്കിന്ന് ക്വിക്കായിട്ട് തന്നെ അബ്സോർബ് ചെയ്യും. ഇത് നല്ലപോലെ മോയ്സ്ചറൈസിങ് ആണ്, ഓൾസോ ഹൈഡ്രേറ്റിംഗ്. ആൻഡ് ഇതിൻ്റെ ആ ഒരു ഹൈഡ്രേഷനും മോയ്സ്ചറൈസേഷനും നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യും. പക്ഷേ ഐ എം നോട്ട് എ ഹ്യൂജ് ഫാൻ ഓഫ് ഇതിൻ്റെ ഒരു സെൻറ്റ്. എനിക്കിതിൻ്റെ സ്മെല്ല് വലിയ ഇഷ്ടമല്ല. പക്ഷേ ഐ ലൈക്ക് ദ വേ ഇറ്റ് വർക്ക്സ് ഓൺ മൈ സ്കിൻ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഇസ് സൺസ്ക്രീൻ. എൻ്റെ എവറി ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള മിനിമലിസ്റ്റ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോഴും. ഞാൻ അക്വലോജിക്കയും യൂസ് ചെയ്യാറുണ്ട്. അക്വലോജിക്ക ആൻഡ് മിനിമലിസ്റ്റ് ഇസ് മൈ ഫേവറേറ്റ്. ബട്ട് മിനിമലിസ്റ്റ് ഒരു ഇച്ചിരി മുകളിൽ. എന്നെ ഇനി ഒരു ചിലപ്പോൾ ഇവരുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കുക. എല്ലാ വീഡിയോയിലും ഐ എം ടോക്കിംഗ് സോ മച്ച് അബൌട്ട് മിനിമലിസ്റ്റ്. അപ്പോൾ ഞാൻ എന്താ സൺസ്ക്രീൻ ഇടുകയാണ്. 3 ഫിംഗർ റൂളാണ് ആക്ച്വലി നിങ്ങൾ പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടേണ്ടത്. പക്ഷെ ഞാൻ എന്താ ഈ സൺസ്ക്രീൻ ഇടുന്നത് മഴയത്താണ് ഗൈസ്. രാവിലെ ഇനി ഇവിടെ നല്ല മഴയാണ്. അപ്പൊ എന്തായാലും ഞാൻ എന്റെ സ്കിൻ കെയർ റുട്ടീൻ കാണിക്കുന്നതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കാണിക്കുകയാണ്. സോ ഐ എം ഡൺ വിത്ത് മൈ സ്കിൻ കെയർ റുട്ടീൻ. ഇത്രയുള്ളൂ കേട്ടോ എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ രാവിലെ തന്നെ നല്ല മഴയും കാറ്റൊക്കെ ഫുൾ ഒച്ചപ്പാട് ബഹളമായിട്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും തുടങ്ങിയ സ്ഥിതിക്ക് ഐ ജസ്റ്റ് കണ്ടിന്യൂ ദ വീഡിയോ. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ എപ്പോഴും മിനിമൽ ആയിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറേ പ്രോഡക്റ്റ് ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ സ്കിൻ, ഓരോരുത്തരുടെ സ്കിന്നും ഭയങ്കര ഡിഫറെന്റ് ആണ്. എന്റെ സ്കിന്നിന് പറ്റുന്ന ഒരു സാധനം ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് ആവണമെന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നിന് വർക്ക് ആവുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ചിലപ്പോൾ എനിക്ക് ഇഷ്ടമാവണമെന്നേ ഇല്ല. സോ എല്ലാവരുടെ സ്കിന്നും ഡിഫറെന്റ് ആണ്. നമ്മുടെ സ്കിന്നിന് പറ്റിയ പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കുക, അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ എത്രയൊക്കെ നിങ്ങൾ പുറമേ കാണിച്ചാലും ഉള്ളിലും ഇറ്റ് ഷുഡ് ബി നീറ്റ്. അതുപോലെ തന്നെ നീറ്റ് നല്ല എന്താ പറയുക, ഹെൽത്തി ആയിരിക്കണം നമ്മുടെ ഉള്ളിലും. നല്ലപോലെ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് കിട്ടുന്ന ആ ഒരു ഗ്ലോ നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ എത്ര പ്രൊഡക്റ്റ് മാറി മാറി ട്രൈ ചെയ്താലും നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഹെൽത്തി ആയിട്ടല്ല പോകുന്നത്. നിങ്ങൾ ഒട്ടുമേ വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഒരിക്കലും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പോകുന്നില്ല. സോ നല്ലപോലെ വെള്ളം കുടിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് രാവിലെ വെറും വയറ്റിൽ നിങ്ങൾക്ക് അത്യാവശ്യം വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇത്ര അളവെന്നൊന്നും പറയുന്നില്ല. കാരണം എനിക്ക് പണ്ടൊന്നും എനിക്ക് ഒട്ടും വെള്ളം കുടിക്കാൻ പറ്റില്ല. എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരുമായിരുന്നു രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ. സോ നിങ്ങളുടെ എത്രയാണോ നിങ്ങൾക്ക് പറ്റുന്നത് മെല്ലെ മെല്ലെ അത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാൻ നോക്കുക, രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത്. പിന്നെ പറ്റുവാണെങ്കിൽ ഡെയിലി എന്തെങ്കിലും ഫ്രൂട്ട്സ്, കുറെ കഴിക്കാൻ ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും ഫ്രൂട്ട്സ് ഡെയിലി ടേക്ക് ചെയ്യാൻ നോക്കുക. മാക്സിമം നിങ്ങളുടെ ഡയറ്റ് ഹെൽത്തി ആക്കാൻ നോക്കുക. ആൻഡ് അറ്റ്ലീസ്റ്റ് 1 hour എല്ലാ ദിവസവും ഒന്ന് വർക്ക്ഔട്ടും കൂടി ചെയ്യുകയാണെങ്കിൽ അതിലും ബെറ്റർ ആയിട്ടുള്ളൊരു സാധനം നിങ്ങളുടെ സ്കിന്നിന് കിട്ടാനില്ല. അപ്പോൾ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നെങ്കിലും അതിന്റെ കൂടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാൻ പോകുന്നത്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഈ ഒരു സ്കിൻ കെയർ റുട്ടീനിൽ കാണിച്ച എല്ലാ പ്രൊഡക്റ്റിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. സോ യു ക്യാൻ ഓൾസോ ട്രൈ ഇറ്റ് ഔട്ട്. പിന്നെ ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂ എന്താണെന്നും കൂടെ കമന്റ് ചെയ്യട്ടോ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റുമല്ലോ ആ ഒരു പ്രൊഡക്റ്റിന്റെ കുറച്ചും കൂടെ ഒരു ബെറ്റർ റിവ്യൂ. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള റിവ്യൂ അല്ലാണ്ടും ദേ ക്യാൻ നോ അബൌട്ട് ഇറ്റ്. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രൊഡക്റ്റ് ഏതാണ്, നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മേടിച്ച് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ആയിട്ടുണ്ടോ ഇല്ലെന്നും കൂടി നിങ്ങൾ കമന്റ് ചെയ്യണേ. അപ്പോ യെസ്, അത്രേ ഉള്ളൂ. ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ കുറേ നാളായിട്ട് കുറേ പേര് ചോദിക്കുന്ന ഒരു റുട്ടീനായിരുന്നു. അപ്പോൾ ഞാൻ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താ വേണ്ടത്, നൈറ്റ് സ്കിൻ കെയർ റുട്ടീനും കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അതും ഞാൻ ചെയ്യുന്നുണ്ടാവും. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. അപ്പം എന്താ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.